ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭരണമേറ്റെടുത്ത സമയത്ത് ആണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ചർച്ച വരുന്നത്. നമുക്ക് നമ്മുടെ ഡേറ്റൊക്കെ കണക്കാക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് അനിവാര്യമായി. ഇത് എന്ത് തുടങ്ങും? സഹാബത്തിൽപ്പെട്ട ചിലർ പറഞ്ഞു, നമുക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ ദിവസം മുതൽ നമുക്ക് തുടങ്ങിയാലോ എന്ന് ചർച്ച. മറ്റു കൂട്ടർ പറഞ്ഞു, വേണ്ട, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഈ ദുനിയാവിൽ നിന്ന് മൺമറഞ്ഞ വഫാത്തായ ദിവസമുണ്ടല്ലോ, അന്ന് മുതൽ നമുക്കൊന്ന് തുടങ്ങിയാലോ എന്നൊരു കൂട്ടമാണ്. അപ്പോ മറ്റൊരു കൂട്ടം സഹാബത്ത് പറഞ്ഞു, വേണ്ട, നമ്മുടെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷമായ ഒരു സംഗതി നിലകൊള്ളുന്നത് മക്കയിൽ നിന്ന് 40 വർഷക്കാലം മക്കയിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. പരിശുദ്ധമായ ജീവിതം, ആർക്കും ഒന്നും പറയാനില്ല, ഒരു കളങ്കവുമില്ലാത്ത ജീവിതം. അൽ-അമീൻ എന്ന് എല്ലാവരും, മുശ്രിക്കീങ്ങളാകട്ടെ കാഫിരീങ്ങളാകട്ടെ, എല്ലാവർക്കും സുസമ്മതനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ജീവിച്ചു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആദ്യം അവിടുത്തെ കുടുംബങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇലാഹിയായ ദീനിന്റെ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. പരസ്യമായ പ്രഖ്യാപനം ആദ്യമായി നടത്തുന്നുണ്ട്. അവിടുത്തെ കുടുംബങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മനുഷ്യരിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ എന്റെ കുടുംബമേ, നിങ്ങൾക്ക് എന്നെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്നെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമുള്ളത് എന്ന് ചോദിച്ചപ്പോ എല്ലാവരും പറഞ്ഞു, അൻത അൽ-അമീൻ, നിങ്ങൾ സത്യസന്ധരാണ്, നിങ്ങളെ പറ്റി യാതൊരു വിധത്തിലുള്ള തകരാറ് ഞങ്ങൾക്ക് പറയാനില്ല. ഇന്നേ വരെ നിങ്ങൾ കളവ് പറഞ്ഞതായി ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സമ്പത്ത് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലാണ് അമാനത്തായിട്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് മുഹമ്മദേ, നിന്നെ പറ്റി ഞങ്ങൾക്കൊരു പരാതിയുമില്ല, ഒരു പരിഭവവുമില്ല. കഅബത്തിന്റെ നമുക്കറിയാം, കഅബ ശരീഫ് പ്രതിക്കപ്പെടുന്ന സമയത്ത് ആര് കല്ല് വെക്കണമെന്ന, ഹജറുൽ അസ്വദ് ആരെവിടെ വെക്കണമെന്ന ചർച്ച വന്നപ്പോഴും മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നെയാണ് ഞങ്ങൾ പരിഗണിച്ചത് എന്ന് അവിടുന്ന് ഇങ്ങനെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതി ഇങ്ങനെ പറയുകയാ. ഇത് കേട്ടപ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ എന്റെ കുടുംബമേ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യമെന്നറിയുമോ? നമ്മളിപ്പോൾ ലാത്തയെ ആരാധിക്കുന്നുണ്ട്, ഉസ്സയെ ആരാധിക്കുന്നുണ്ട്, ഇങ്ങനെ ബിംബങ്ങളെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ആരാധിക്കുന്ന ബിംബങ്ങൾ, അതിനൊന്നും യാതൊരു കഴിവുമില്ല, അതൊന്നും ആരാധ്യ വസ്തുവല്ല. പിന്നെ നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ആദ്യമായി ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെതെല്ലാം ഇലാഹിയായ പ്രഖ്യാപനം ആദ്യമായി നടത്തുകയാണ്. നബി തങ്ങൾ പറയുന്നു, സമൂഹമേ, നിങ്ങൾ ആരാധിക്കുന്നതൊന്നും ആരാധ്യ വസ്തുവല്ല. നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? അത് ഏകനായ അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. ഇത് പറയേണ്ട താമസം അവിടുത്തെ കുടുംബങ്ങളെല്ലാം അവിടുത്തെ മുത്തുനബിയോട് പറയുകയാണ്, മുത്തുനബിയെ പരിഹസിക്കുകയാണ്, മുത്തുനബിയെ ചീത്ത പറയുകയാണ്. തബ്ബല്ലക യാ മുഹമ്മദ്, തബ്ബല്ലക യാ മുഹമ്മദ്. മുത്തുനബിയെ പരിഹസിക്കുകയാണ്, അവിടുത്തെ ആക്ഷേപിക്കുകയാണ്. അതുവരെ മുത്തുനബിയുടെ കടപ്പുറവും കാണാത്ത, ഒരു പ്രയാസവും പറയാത്ത, ഒരു പരിഭവവും മുത്തുനബിയെ പറ്റി പറയാത്ത എന്റെ കുടുംബങ്ങൾ അവിടുന്ന് പറയുന്നു. ഇലാഹിയായ ഏകനായ അല്ലാഹുവിന്റെ തൗഹീദ് വിളിച്ചു പറഞ്ഞപ്പോ അവിടുന്ന് മുത്തുനബിയോട് പറയുകയാണ്, മുത്തുനബിയെ പരിഹസിക്കുകയാണ്, മുത്തുനബിയെ ചീത്ത വിളിക്കുകയാണ്. ഇതിന് മറുപടി കൊടുത്തത് പരിശുദ്ധ ഖുർആനിൽ. അല്ലാഹു ഇതിന് മറുപടി കൊടുത്തത് സൂറത്തിൽ നമുക്ക് കാണാൻ. ഞാനത് വിശദീകരിക്കുകയല്ല. മുത്തുനബിയെ പ്രയാസപ്പെടുത്തി. എന്തിനേറെ പറയണം, മുത്തുനബി ഇങ്ങനെ പറഞ്ഞപ്പോ കൂടാരാണുണ്ടായത്?
മുത്തുനബിയുടെ കളിക്കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു പ്രയാസവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു വിഷമവുമില്ല. മുത്തുനബി എന്ന് പറഞ്ഞാലും أنت صادق المصدوق أنت صادق المصدوق يا نبي رسول الله എനിക്ക് വിശ്വാസമാണ് നബിയേ, അങ്ങ് കളവ് പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ് നബിയേ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മാത്രമല്ല ആധികാരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇലാഹിയായ പ്രഖ്യാപനം നടത്തിയതിന്റെ പേരിൽ എത്രയാണ് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത്, എത്രയാണ് ത്യാഗങ്ങൾ ഏറ്റുവാൻ വേണ്ടി വന്നത്. ആദ്യമാദ്യം ഇസ്ലാം സ്വീകരിച്ച സ്വഹാബത്തൊക്കെ എത്ര ത്യാഗങ്ങളാണ് സഹിച്ചത്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കഅബയുടെ അടുക്കൽ വെച്ചുകൊണ്ടല്ലേ മുശ്രിക്കീങ്ങളായ മുനാഫിഖീങ്ങളായ കാഫിരീങ്ങളായ ആളുകളെ ക്രമിച്ചത്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ബോധം പോയി. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മുഖത്ത് നിന്ന് പൊട്ടിയിട്ട് തല പൊട്ടിയിട്ട് ചോര വാർത്തെടുക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ബോധം പോയി. വീട്ടിലേക്ക് കൊണ്ടുപോയി ബോധം വന്നപ്പോൾ ചോദിച്ചത്, എവിടെയാണ് അയിന മുഹമ്മദ് റസൂലുള്ളാഹ്, അയിന ഹബീബി, അയിന മൽജഇ, എന്റെ മുത്തുനബി എവിടെയാണ്, മുത്തുനബിയുടെ അവസ്ഥ എന്താണ് എന്നാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ സഹിച്ചപ്പോ, ഇങ്ങനെ പ്രതിസന്ധികളൊക്കെ നേരിട്ടപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയായ തങ്ങളുടെ കൂടെ ആ വീട്ടിൽ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത്, അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഉറങ്ങുന്ന സമയത്ത് ദാറുന്റെ തുറയിൽ മുശ്രിക്കീങ്ങൾ ഒരുമിച്ച് കൂടി ചർച്ച നടക്കുകയാണ്. എന്താണ് ചർച്ച എന്നറിയുമോ? മുഹമ്മദിനെ വധിക്കണം, അല്ലെങ്കിൽ മുഹമ്മദിനെ നാട് വരത്തണം, അല്ലെങ്കിൽ പ്രയാസമാണ്, അല്ലെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞ് മുശ്രിക്കീങ്ങൾ ചർച്ചയിലാണ്. അങ്ങനെ ചർച്ചയുടെ ആകത്തുക അവരൊരു തീരുമാനത്തിലെത്തി. നാടുകളെത്തണ്ട, നാടുകളെത്തിയാൽ പിന്നെയും വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കൊന്നുകളയാം, ഈ ലോകത്തോട് മോചനം ചെയ്യാം. അപ്പോഴോ ഒരു പ്രതിസന്ധിയുണ്ട്. കാരണമെന്തേ? ആറതി കബീലകളെന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങളായി ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ ചില ഗോത്രമുള്ള ആളുകൾ മാത്രം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നുകളഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ അതല്ലെങ്കിൽ മുത്തുനബിയുടെ കബീലയാകുന്ന ഖുറൈശുകാർ ചിലപ്പോൾ അവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാണുന്നതുവയിൽ അവരൊരു കൂടി തീരുമാനമെടുക്കുകയാണ്. എല്ലാ കബീലയിൽപ്പെട്ട എല്ലാ കബീലകളുടെയും നേതാക്കന്മാരായ ആളുകൾ ഒരുമിച്ച് കൂടട്ടെ, അവര് മുഹമ്മദിന്റെ വീടുകളെയുണ്ട്, എന്നിട്ട് പുറത്തിറങ്ങുമ്പോഴത്തെ എന്ന തീരുമാനത്തിൽ അമർത്തുകയാണ്. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി മുശ്രിക്കീങ്ങൾ വീട് വളയുകയാണ്. മുത്തുനബിക്ക് അല്ലാഹുവിന്റെ ഓർഡർ കിട്ടുന്നു. മലക്ക് മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നു, പോകാൻ സമയമായി നബിയേ, മദീനത്തേക്ക് യാത്ര പോകാൻ സമയമായി നബിയേ, അല്ലാഹുവിന്റെ ഓർഡർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തയ്യാറാകുന്നു. മുത്തുനബിക്ക് ഇവിടെ 3 കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. എന്തൊക്കെയാണ് മുത്തുനബിക്ക് ചെയ്യാമായിരുന്നത്? ഒന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുആ ചെയ്യാമായിരുന്നു. മുൻകഴിഞ്ഞ അമ്പിയാക്കളൊക്കെ പ്രതിസന്ധിഘട്ടം വന്നപ്പോ അവരെ ഉമ്മത്തിന്റെ പേരിൽ ദുആ ചെയ്തപ്പോ അല്ലാഹു പരീക്ഷണങ്ങൾ ഇറക്കിയിട്ട് ആ ഉമ്മത്തിന് ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കിയ ചരിത്രം നമ്മൾ ഖുർആനിൽ വായിച്ചവരാണ്. നമ്മൾ മറ്റുള്ള പ്രഭാഷണങ്ങളിൽ കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. മുത്തുനബിക്കത് ചെയ്യാമായിരുന്നു. പക്ഷേ റഹ്മത്തുൽ ആലമീൻ കാരുണ്യത്തിന്റെ കേന്ദ്രമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തില്ല. പിന്നെ മുത്തുനബി എന്താ ചെയ്തത്? മുത്തുനബിക്ക് രണ്ടാമത് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒരു സാധ്യതയുണ്ടായിരുന്നു. ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വളരെ ശക്തരായ സ്വഹാബത്തുണ്ടായിരുന്നു. ആ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ഈ ആക്രമിച്ച തന്നെ ആക്രമിക്കാൻ വന്ന ആളുകൾക്ക് യുദ്ധം ചെയ്തിട്ട് അവർ
അവരെ കൊണ്ടുപറയാമായിരുന്നു, അവിടെ ചോര ഒഴുക്കാമായിരുന്നു. പക്ഷെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഒതുങ്ങുന്നില്ല, അത് ചെയ്തില്ല. ഇവരൊക്കെ നാളെ ഇസ്ലാം സ്വീകരിക്കുമല്ലോ, ഇവരൊക്കെ ഇല്ലാഹിന്റെ മാർഗത്തിൽ വരാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് മുത്തുനബി അതും ചെയ്തില്ല. മൂന്നാമതോ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നബിയെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ ബേജാറിലാകേണ്ട നബിയെ, എന്റെ സൈന്യം റെഡിയാണ് നബിയെ, മലായിക്കത്ത് റെഡിയാണ് നബിയെ, ഒന്ന് പറഞ്ഞാൽ മതി, അവിടുന്ന് ആക്ഷേപെടുത്താൽ മതി, അവിടുന്ന് സമ്മതം കോരിയാൽ മതി, ഇവരെ വധിച്ചു കളയാൻ മലായിക്കത്ത് റെഡിയാണ്. പക്ഷേ കാരുണ്യത്തിന്റെ തിരുദൂതർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും ചെയ്തില്ല. മുത്തുനബി എന്താണ് ചെയ്തത്? സാരമില്ല, പ്രതിസന്ധികൾക്കൊക്കെ പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകുമല്ലോ. മുത്തുനബി കുറച്ച് മണ്ണുവാരുകയാണ്, മണ്ണുവാരി കയ്യിലെടുക്കുകയാണ്. ഈ വാരിയ കണ്ണ് അബാബീൽ പക്ഷികൾ കൊണ്ടുവന്ന കല്ലിന് സമാനമാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അറിയാമായിരുന്നു. മുത്തുനബി അതും ചെയ്തില്ല. മുത്തുനബി എന്താണ് ചെയ്തത്? എന്ന് തുടങ്ങുന്ന പരിശുദ്ധ സൂറത്ത് യാസീനിലെ ആയത്തൻ ഓതിയിട്ട് അതെന്ന് മുത്തുനബി ഇങ്ങനെ കറക്കിയെന്നറിയുകയാണ്. എറിഞ്ഞപ്പോഴോ തന്നെ കൊല്ലാൻ വന്ന മുശ്രിക്കീങ്ങളായ ആളുകളുടെ എല്ലാവരുടെയും ദേഹത്ത് അവരുടെ തലയിലെന്ന് കൊള്ളുകയാണ്. അവരറിയാതെ ഉറങ്ങിപ്പോവുകയാണ്. മുഹമ്മദ് വീടിന്റെ പുറത്തിറങ്ങിയാൽ ആക്രമിക്കാമെന്നായിരുന്നു ചിന്തിച്ചത്. പക്ഷേ അവർ മയക്കത്തിലേക്ക് പോവുകയാണ്. ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനില്ല. മുത്തുനബി എന്താണ് സ്ത്രീകളെ കൂട്ടിയിട്ട് യാത്ര പോവുകയാണ്. ഹിജ്റത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹ് ബുഖാരിയിലെ അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? മുത്തുനബിയുടെ യാത്രയുടെ പ്ലാനിങ്ങിനെ പറ്റിയിട്ട്, മുത്തുനബി അവിടുന്ന് രക്ഷപ്പെടുന്നതിന്റെ, മുത്തുനബി അവിടുന്ന് യാത്ര ചെയ്തതിന്റെ ഹിജ്റയുടെ ആ പ്ലാനിങ്ങിനെ പറ്റിയിട്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇന്നും അതിനെപ്പറ്റി പഠനം നടക്കുന്നുണ്ട്. ഓർത്തു പോകുന്നത് അബ്ദുല്ലാഹി ഖാദി എന്ന് പറയുന്ന ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള മക്കയിലുള്ള തിയോളജിയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഫസറായ അദ്ദേഹം ഒരു പഠനം നടത്തി. ഹിജ്റത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ പേര്. എന്താണ് അദ്ദേഹം തന്റെ കുറച്ചാളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് മുത്തുനബി തങ്ങളുടെ ഹിജ്റ അതൊന്ന് റീക്രിയേറ്റ് ചെയ്തു. ഒന്നുകൂടി അതിലൊന്ന് സഞ്ചരിച്ചു നോക്കണം. ഒന്നാമത്തെ ദിവസം എന്താണ് ചെയ്തത്? രണ്ടാമത്തെ ദിവസം എവിടം വരെയാണ് എത്തിയത്? മൂന്നാമത്തെ ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? പഠനം നടത്തിയിട്ടൊന്ന് പോയി. അങ്ങനെ അദ്ദേഹം പോയി നോക്കുമ്പോഴോ, അങ്ങനെ പോയിട്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് തന്നെ സമർപ്പിച്ചു. ഇന്ന് ഹിജ്റ ആൽബം എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പോയാൽ അത് കാണാൻ സാധിക്കുന്നതാണ്. ഇരിക്കട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ വടക്കാണ് മദീനയുള്ളത്. മുത്തുനബി യാത്ര പോയത് തെക്കോട്ടാണ് ഉള്ളത്. മുത്തുനബി തെക്കോട്ടാണ് യാത്ര പോയത്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആ റസൂലിലേക്ക് പോകുന്നു. മഹാനരാകുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്താണ് പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യാത്രയായാൽ ഭക്ഷണം കൊണ്ടുവന്ന് തരണം. ആടിനെ മേയ്ക്കുന്ന തന്റെ സഹചാരിയായ ആളിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ആടിനെ മേയ്ക്ക് ജീവിക്കണം. എന്നിട്ട് ഖുറൈശികളുടെ വർത്തമാനങ്ങൾ രാത്രിയാകുമ്പോൾ എനിക്ക് ഒന്ന് പറഞ്ഞു തരണം. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖൗറിൽ നിൽക്കുകയാണ്. ഖുറൈശികൾ നാലുപാട് തിരയുകയാണ്, എല്ലാ സ്ഥലത്തും അന്വേഷിക്കുകയാണ്. മനസ്സിലാകുന്നില്ല, തിരിയുന്നില്ല, എങ്ങോട്ട് പോയി എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവർ അവസാനം അരികിലേക്ക് എത്തുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പേടിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പേടിച്ചുകൊണ്ട് നബിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, ഇതാ അവരായി ഗുഹയുടെ മുഖത്തെത്തിയിരിക്കുന്നു. ഒന്നുള്ളിലേക്ക് നോക്കിയാൽ, ഒന്നകത്തോട്ടൊന്ന് വന്ന് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ നബിയേ. സിദ്ദീഖുൽ
ഞങ്ങൾക്ക് ബേജാറാണ്. മരിക്കുമെന്ന പേടിയല്ല, പ്രയാസമല്ല. പക്ഷയോ എന്താണ് ഞങ്ങളെ പ്രയാസപ്പെടുത്തിയത്, വിഷമിപ്പിച്ചത്? ഞാൻ മരിച്ചാൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എന്റെ കാരുണ്യത്തിന്റെ തിരുദൂതർ, എന്റെ എല്ലാമെല്ലാമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ബേജാറാണ്. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇങ്ങനെ ബേജാറായി നിൽക്കുമ്പോ മുത്തുനബി പറയുകയാണ്, മാറന്നക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. പേടിക്കണ്ട സിദ്ദീഖേ, ഞങ്ങൾ രണ്ടുപേരാണെന്ന പ്രയാസം വേണ്ട സിദ്ദീഖേ. അല്ലാഹു മൂന്നാമനായിട്ട് പടച്ചിറപ്പുണ്ട് സിദ്ദീഖുൽ അക്ബർ എന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ടോ അല്ലാഹു ചെയ്തത് എന്താണ്? വളരെ നിസ്സാരമായ 8 കൊണ്ടൊരു വീടുണ്ടാക്കുന്നു. നമ്മൾ ഊതിയാൽ തകർന്നു പോകുന്ന വീടല്ലേ 8 വീട്. അങ്ങനെ 8 കൊണ്ട് വലയുണ്ടാക്കുന്ന വീടുണ്ടാക്കിപ്പിക്കുന്നു. പിന്നെയോ പ്രാവിനെ കൊണ്ട് മുട്ട എണീപ്പിക്കുന്നു. നമ്മൾ 4 ചവിട്ടിയാൽ പൊട്ടുന്ന മുട്ട, വളരെ നേർമല്യമുള്ള മുട്ട. അതുപോലെ മൂന്നാമതോ അല്ലാഹു എന്താണ് ചെയ്യുന്നത്? ഒരു ചെറിയ ചെടി അതവിടെ മുളപ്പിക്കുന്നു. കുറേശികൾ നോക്കുന്നു, ഇവിടെ ചിലന്തി വല കെട്ടിയിട്ടുണ്ട്, പ്രാവ് മുട്ടയിട്ടിട്ടുണ്ട്, ഇവിടെ ചെടി ഇങ്ങനെ മുളച്ചിട്ടുണ്ട്. ആരെങ്കിലും ഉള്ളോട്ട് കയറുകയാണെങ്കിൽ ഇതൊക്കെ മാറുമല്ലോ, ഇതൊക്കെ ഇല്ലാതാകുമല്ലോ, ഇതിനെ നശിപ്പിച്ചിട്ടല്ലേ ഉള്ളോട്ട് കയറാൻ കഴിയുക എന്ന തീരുമാനത്തിലെത്തി അവർ ഗുഹാമുഖത്ത് മൂത്രമൊഴിച്ച് തിരിച്ചു പോകുന്നു. ഇതിന് നമുക്ക് ഒരുപാട് പറയാനുണ്ട്, ഇതിലുള്ള സന്ദേശം ഒരുപാട് പറയാനുണ്ട്. മുത്തുനബിയുടെ അറഫാ പ്രഭാഷണം പോലെ ഇന്നും ലോകം ചർച്ച ചെയ്യുന്നത് ഇതിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. മദീനക്കാർ സ്വീകരിച്ച ചരിത്രം, മദീനക്കാർ മുത്തുനബിയെ സ്വീകരിച്ച രൂപം എല്ലാം നമുക്ക് വിശാലമായി സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ സ്വഹാബത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത തീരുമാനത്തിലെത്തി നമുക്ക് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ അതല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നായകர்களാകുന്ന ഹിജ്റ അതുമുതൽ തുടങ്ങാമെന്ന തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് ഹിജ്റ മുതൽ നമുക്ക് ആരംഭിക്കാമെന്ന് എന്ന തീരുമാനത്തിലെത്തി. മുഹറം ആദ്യ മാസമാകുന്നത്. അങ്ങനെ ഈ മുഹറത്തിന് വലിയ പവിത്രതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് പവിത്രത മുഹറം മാസത്തിന് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ചില ദിവസങ്ങൾക്ക് മറ്റു ചില ദിവസങ്ങളെക്കാൾ പ്രത്യേകതയുണ്ട്, മറ്റു ചില മാസങ്ങളെക്കാൾ പ്രത്യേകതയുണ്ട്. സയ്യിദുൽ അയ്യാം എന്ന് നമ്മൾ പറയുന്നത് വെള്ളിയാഴ്ച ദിവസത്തിനാണ്. അതുപോലെ വലിയ പവിത്രതയുള്ള മാസങ്ങളിൽ ഏറ്റവും പവിത്രതയുള്ള മാസം എന്ന് പറയുന്നത് പരിശുദ്ധമായ റമദാൻ മാസമാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്ക് പ്രത്യേകത നൽകിയിട്ടുണ്ട്. അതിൽ പ്രത്യേകമായ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസം യുദ്ധം വരെ ഹറാമാക്കിയ 4 മാസമുണ്ട്. അതിൽ പെട്ട മാസമാണ് പരിശുദ്ധമായ മുഹറം എന്ന് പറയുന്നത്. ഈ മുഹറം മാസത്തിൽ യുദ്ധം ചെയ്യൽ അല്ലാഹു ഹറാമാക്കിയ മാസമാണ്. ഈ മുഹറത്തിന് വലിയ പവിത്രതയുണ്ട്. മുഹറത്തിന്റെ ആദ്യ 10 ദിവസങ്ങൾ നോമ്പെടുപ്പിൽ പ്രത്യേകം സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് പരിശുദ്ധ മുഹറമിലായിരുന്നുവെന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നാളെ മുഹറം ഒന്നാവുകയാണ്. ഇസ്ലാമിക കലണ്ടറിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക ന്യൂ ഇയർ നമുക്ക് നാളെ വരാനിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലം പോലെ ആയി പോകാൻ പാടില്ല. മുഹറത്തിന് ഒരുപാട് പ്രത്യേകത പറയുന്നിടത്ത് തന്നെ നമുക്ക് കാണാം. മഹാനരാകുന്ന നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ സമുദായം 980 വർഷം പ്രബോധനം ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വരാതിരുന്നപ്പോ അവസാനമായി അല്ലാഹു പറയുന്നു, കപ്പൽ നിർമ്മിക്കാൻ പറയുന്നു. കപ്പൽ നിർമ്മിക്കുന്നു. വിശ്വസിച്ച ആളുകളെ കപ്പലിലേക്ക് കയറ്റുകയാണ്. തന്റെ മകൻ വരെ വിശ്വാസിയായിട്ടില്ല, തന്റെ മകൻ വരെ ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ മഹാനരാകുന്ന നൂഹ് നബി അലൈഹിസ്സലാം അവിടുന്ന് കപ്പലിലേക്ക് കയറുന്നു. വലിയ പ്രളയമുണ്ടാകുന്നു. ബാക്കിയുള്ളവരൊക്കെ ലോകത്തു നിന്ന് മറഞ്ഞു പോകുന്നു. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാം സംഘവും രക്ഷപ്പെടുന്നു. അവിടുത്തെ കപ്പൽ ജ്യോതി പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്.
പിന്നെയോ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബിയെ തന്റെ സഹോദരന്മാർ കിണറിലേക്ക് വിളിച്ചെറിഞ്ഞു. ആ കിണറിൽ നിന്ന് രക്ഷപ്പെട്ടത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. മഹാനരാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. മാത്രമല്ല മഹാനരാകുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം മകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടപ്പോൾ കാഴ്ച പോയതാണ്. പിന്നീട് ആ കാഴ്ച പടച്ചറപ്പ് തിരിച്ചു നൽകിയത് അത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. അപ്പൊ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിന് ഇങ്ങനെ ഒരുപാട് പവിത്രതകളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട്. ഈ മുഹറമിനെ അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും ബഹുമാനിക്കണം. പ്രിയമുള്ളവരെ, മുഹറത്തിനെ നമ്മളും ബഹുമാനിക്കണം. നമ്മൾ മുഹറത്തിൽ യുദ്ധം ഹറാമാക്കിയതുപോലെ തെറ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല. തെറ്റുകൾ നമ്മൾ മാറി നിൽക്കണം. അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിക്കുക എന്നുള്ളത് നമുക്ക് കൽബിൽ തഖ്വയുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നില്ലേ? റമദാനാകുമ്പോ ചിലർ പള്ളിക്ക് വരും, മറ്റു ചില കളിയാക്കാൻ തുടങ്ങി റമദാന്റെ പള്ളിക്ക് വരുന്നുള്ളൂ എന്ന് പറയും. പക്ഷേ പ്രിയമുള്ളവരെ, ആ റമദാനിനെ പരിഗണിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നാളെ രക്ഷപ്പെട്ടു പോകാം. വെള്ളിയാഴ്ച മാത്രം പള്ളിക്ക് വരും, ബാക്കിയുള്ള നിസ്കാരങ്ങൾ മുടക്കുന്നതിന് അനുകൂലിക്കുകയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ റബ്ബ് ബഹുമാനിക്കാൻ പറഞ്ഞതിനെ, റബ്ബ് ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കളെ, റബ്ബ് ബഹുമാനിക്കാൻ പറഞ്ഞ ആളുകളെ, അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞ മാസങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ട് ചിലപ്പോൾ നമുക്കും നാളെ കഴിച്ചിലാകാൻ, ചിലപ്പോൾ നാളെ രക്ഷപ്പെടാം, നാളെ സിറാത്ത് പാലം വിട്ടുകിടക്കാൻ, നാളെ മീസാനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, ഹിസാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാരണമായേക്കാം. ഞാൻ അധികരിപ്പിക്കുകയല്ല, ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയമുള്ളവരെ, നാളെ നമ്മളെ പുതിയൊരു ദിവസം തുടങ്ങുകയാണ്. നമ്മളൊന്ന് മാറി ചിന്തിക്കണം. ഇന്നലത്തെ പോലെ ഞാനായിക്കൂടാ, ഇന്നലത്തെ പോലെ ഞാനായിക്കൂടാ. എനിക്കെന്തെങ്കിലും ഒരു മാറ്റം വരണം. ഒരു സമയവും ഞാൻ ഇനി വേസ്റ്റാക്കാനില്ല, ഒരു സമയവും ഞാൻ ഇനി പാഴാക്കിക്കളയാനില്ല. മുത്തനബി തങ്ങൾ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ടല്ലോ, എല്ലാ ജനങ്ങളും കൂടുതൽ ജനങ്ങളും അശ്രദ്ധവാനാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ മുത്തനബി പറഞ്ഞത് ഒന്ന് ഒഴിവ് സമയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ സമയം നമുക്ക് ഒഴിവാക്കാനില്ല, നമുക്ക് സമയത്ത് നമ്മൾ ഒഴിവാക്കി കളയാനില്ല. നമുക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് വ്യാഴാഴ്ച രാവാണ്, അടുത്തൊരു വ്യാഴാഴ്ച രാവ് നമുക്ക് തിരിച്ചു കിട്ടിയേക്കാം. ഇന്ന് മുഹറം മാസം തുടങ്ങുകയാണ്, മറ്റൊരു മുഹറം നമുക്ക് അടുത്ത കൊല്ലം കിട്ടിയേക്കാം. നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പണം നമുക്ക് പിന്നെ ഒരു ദിവസം ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചേക്കാം. പക്ഷേ നമ്മുടെ സമയം, ഇപ്പൊ നഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് സമയം, അത് നമുക്ക് ഒരിക്കലും വീണ്ടെടുക്കാൻ സാധ്യമല്ല. അത് എത്ര പണം കൊടുത്താലും, എത്ര സമ്പത്ത് കൊടുത്താലും, ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു 5 മിനിറ്റ് അത് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല. ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന, എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊന്ന് മാറണം. കാട്ടാന വരെ മാറുന്നുണ്ടല്ലോ, കാട്ടാനയെ നാട്ടാനയാക്കി മാറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെ എത്ര ജീവികളെ പറയുമ്പോ അവർക്ക് ബുദ്ധിയിൽ എന്ന് പറയുന്നുണ്ടല്ലോ. ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, മനുഷ്യനങ്ങ് മോശമായി കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങളെ പോലെയാകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അവരവരെ നന്നാക്കി എടുക്കുന്നുണ്ടല്ലോ. ആനയെ ഇങ്ങനെ ഒരു കൂട്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ആനയെ ഇട്ടിട്ട് ആനയുടെ കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് ആ നടക്കുമ്പോ ഇങ്ങനെ ചങ്ങല മുറുകുമ്പോ കാലിൽ മുറിവാകുന്നു. പിന്നെ ആന മനസ്സിലാക്കുന്നു, ഇനി ഞാനിങ്ങനെ നടക്കാൻ ശ്രമിച്ചാൽ എനിക്ക് വേദന കൂടുകയുള്ളൂ. അങ്ങനെ മുറിവുമ്പോ ചങ്ങല മാറ്റിയിട്ട് കയറിട്ടാലും ആന വിചാരിക്കുന്നത് ചങ്ങലയാണ്, ഞാനിനി നടന്നാൽ എനിക്ക് പ്രയാസം ഉണ്ടാകും, വേദനയുണ്ടാകും. പിന്നെ അതിനെ ഇടയ്ക്ക് ആനയുടെ തുമ്പിക്കൈന്റെ പോലും വലിപ്പമില്ലാത്ത പാപ്പാൻ ആനയെ ചീട്ടുകൊണ്ട് നടക്കുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ആനയെ പോലും ഇടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കാട്ടാനയെ പോലും മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമ്മളൊന്ന് മാറുന്നതിന് എന്താണ് പ്രയാസമുള്ളത്? നമ്മളൊന്ന് മാറി ചിന്തിക്കുന്നതിനാണ് പ്രയാസമുള്ളത്.
ആളുകൾ എന്താ വിചാരിക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മുടെ ആഗ്രഹം അത് നമ്മൾ മാത്രമേ ഉണ്ടാകൂ. മരിച്ചു ചെന്നാൽ ഖബറിൽ നമ്മളെ ഉണ്ടാകൂ. ആരെയും പേടിയില്ലാത്ത ധീരനായ സ്വഹാബിയല്ലേ. പക്ഷേ ഖബർ കാണുമ്പോൾ തേങ്ങി തേങ്ങി കരയുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, എന്തിനാ മൃതങ്ങളെ കരയുന്നത്? അവിടുന്ന് പറയുന്നു, എല്ലാവരും ഉണ്ട്, എനിക്കാരെയും പേടിയില്ല. പക്ഷേ ഖബറിൽ ഞാൻ ഒറ്റക്കായിരിക്കുമല്ലോ. ഖബറിന്റെ അവസ്ഥയോട് ആലോചിച്ച് പേടിക്കുകയാ. സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂൽ മഹ്ശർ പറഞ്ഞു കൊടുത്തപ്പോ, ഹിസാബിനെ പറ്റി പരിചയപ്പെടുത്തിയപ്പോ, മീസാനിനെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോ സ്വഹാബത്ത് എത്രയാ കരഞ്ഞത്, സ്വഹാബത്ത് എങ്ങനെയൊക്കെയാ അതിന് പ്രതികരിച്ചത് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നമ്മൾ കേട്ടവരാണ്, നമ്മൾ മനസ്സിലാക്കിയവരാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോ നമ്മൾ മോഡേണിറ്റിയോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുകയാണ്, നമ്മൾ തന്നെ വിചാരിക്കുകയാണ്, ഇപ്പോൾ 2025 പഴയ കാലമൊക്കെ മാറിയല്ലോ, നമ്മളൊന്ന് അപ്ഡേറ്റ് ആയാൽ എന്താണ് നമ്മൾ ചിന്തിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? നമ്മളൊക്കെ നമ്മുടെ പാശ്ചാത്യരുടെ യൂറോപ്യന്മാരുടെ ശൈലിയിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു പാരമ്പര്യമുണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട്, സ്വഹാബത്തെ കിറാം കാണിച്ചു തന്നൊരു പാരമ്പര്യമുണ്ട്, അയിമ്മത്തുകൾ കാണിച്ചു തന്നൊരു പാരമ്പര്യമുണ്ട്. അതിന് ജീവിക്കാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്, നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷേ നമ്മൾ വെസ്റ്റേണിറ്റിയോട്, മോഡേണിറ്റിയോട്, യൂറോപ്യൻ കൾച്ചറിനോട് നമ്മളൊന്ന് അതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയില്ലാത്തതിന്റെ പേരിലാണ്. നമ്മളൊന്ന് യൂറോപ്പിനെ പറ്റി പഠിക്കണം. ഇപ്പൊ യൂറോപ്പിന്റെ അവസ്ഥ എന്താണ്? യൂറോപ്പ് എന്താ പറഞ്ഞത്? ആണിനും പെണ്ണിനും തുല്യാവകാശം കൊടുത്തുകൂടെ? എന്താ ഇങ്ങനെ ഒരു ജെൻഡർ ഈക്വാലിറ്റി കൊടുത്തൂടെ? ആണ് വേറെ പെണ്ണ് വേറെ എന്നെന്തിനാ പറയുന്നത്? ഇങ്ങനെയല്ലേ യൂറോപ്പ് വാദിച്ചത്? ഇപ്പൊ യൂറോപ്പിന്റെ അവസ്ഥ എന്താ? അവിടെയുള്ള പെണ്ണുങ്ങളല്ലേ ഏറ്റവും കൂടുതൽ അക്രമം നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ റിപ്പോർട്ട് പുറത്തു വന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ മതം മാറുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്ന മതം അത് ഇസ്ലാമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മഹാനാകുന്ന ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു അവിടുത്തെ മസ്നവി പോലത്തെ ഗ്രന്ഥങ്ങൾ സൂഫിസത്തിന്റെ, തസവ്വുഫിന്റെ, ആത്മസംസ്കരണത്തിന്റെ വലിയ പാതകൾ പറയുന്ന, വലിയ അധ്യായങ്ങൾ തുറന്നു കാട്ടുന്ന ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ 100 ചില്ലാനം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് യൂറോപ്പ് അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഡേണിറ്റികൾ ആളുകൾ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോ അവരെ പിൻപറ്റിയിട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ഒരു മനുഷ്യൻ ആണും പെണ്ണിനും ഈക്വൽ എന്ന് പ്രകൃതി പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ ഈക്വലാവുന്നത്? ഈക്വാലിറ്റി ഒരിക്കലും, പരിഹാരം ഒരിക്കലും സാധ്യമല്ലല്ലോ. പിന്നെ നമ്മളോ മുത്തുനബിയുടെ കാലം നമ്മൾ പരിശോധിക്കണം. കുട്ടി ജനിച്ചത് പെണ്ണാണെങ്കിൽ കുഴിച്ചു കൂടുന്ന കാലമായിരുന്നു. മുത്തുനബി വന്നു, സ്ത്രീകൾക്ക് വിമോചനം കൊടുത്തു, സ്ത്രീകൾക്ക് മോചനം കൊടുത്തു. പെണ്ണ് ജനിച്ചാൽ ആ പെൺകുട്ടിയെ പോറ്റിയിട്ട് ആ പെൺകുട്ടിയെ നല്ല രൂപത്തിൽ പറഞ്ഞയക്കുന്ന, നല്ല രൂപത്തിൽ കല്യാണം കഴിച്ച് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾക്ക് സ്വർഗമുണ്ടെന്ന് ഓഫർ ചെയ്തു. ഇങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഓർമ്മപ്പെടുത്തിയത്, നമ്മളിങ്ങനെ വസ്ത്രമെടുക്കാൻ പോകുമ്പോഴും ഇപ്പോഴത്തെ മോഡൽ ഇതാന്ന് പറയും. ഒന്ന് ടീഷർട്ട് ഇട്ട് നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോയാൽ എന്താന്ന് ചിന്തിക്കും. പ്രിയമുള്ളവരെ, പാടില്ല. അങ്ങനെ നമുക്ക് ചിന്ത വന്നുകൂടാ, അങ്ങനെ നമുക്ക് മനസ്സിലൊന്ന് തോന്നിക്കൂടാ. അപ്പുറത്തെ ആളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ മാത്രം ഒരു പഴഞ്ചൻ രീതി എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിക്കൂടാ. കാരണം എന്താണ്? ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്നത് എന്തിന്റെ പേരിലാണെന്ന് അറിയുമോ? എന്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുമോ? മക്കളുടെ കാര്യത്തിലാണ്. നമ്മൾ വാഹനം ഓടിക്കാൻ വേണ്ടി പഠിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുക. നമ്മൾ ഡോക്ടറാകുന്നത് പഠിച്ചിട്ടാണ് ഡോക്ടറാകുന്നത്. നമ്മൾ എഞ്ചിനീയർ ആകുന്നത് പഠിച്ചിട്ടാണ് എഞ്ചിനീയർ ആകുന്നത്. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നത് പഠിച്ചിട്ടാ ചെയ്യുന്നത്. പക്ഷേ ലോകത്ത് പഠിക്കാതെ ചെയ്യുന്ന ഒരു ജോലി എന്താണെന്നറിയോ? നമ്മളെ മക്കളെ നോക്കുക എന്നുള്ളതാണ്. നമ്മളൊരു മാതാപിതാക്കളായി നമ്മളെ മക്കളെ നോക്കുക എന്നുള്ളതാണ്.
ഇതിന്റെ പ്രശ്നം എന്തെന്നറിയുമോ? നമ്മൾ നല്ല രീതിയിൽ നമ്മളെ മക്കളെ നോക്കിയിട്ടില്ലെങ്കിൽ, നമ്മൾ നല്ല രീതിയിൽ നമ്മളെ മക്കളെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ, നാളെ നമുക്ക് നമ്മളെ മക്കളാണെന്ന് പറഞ്ഞവരെ കിട്ടൂല. നാളെ നമുക്ക് തീർച്ചയായും കിട്ടൂല. മുഅ്മിനീങ്ങളെ, ഞാൻ വെറുതെ പറയുന്നതല്ല, പത്രമാധ്യമങ്ങളിൽ നമ്മൾ കേട്ടവരല്ലേ? മാതാപിതാക്കളെ കൊന്ന മക്കളെ പറ്റി നമ്മൾ കേട്ടില്ലേ? ഒരു കരുണയുമില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന മാതാവിന്റെ കഴുത്തിലേക്ക് ഷാൾ മുറുക്കിയിട്ട് കൊല്ലാൻ ശ്രമിച്ച നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരുപോലെ കുറിച്ച് നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചില്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെന്ന് പറയുന്നത് അത് നമുക്ക് അല്ലാഹു തന്ന സമ്പത്താണ്. അല്ലാഹു തന്ന സമ്പത്താണ്. ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണല്ലോ. ഈ മക്കളെ കൊണ്ട് സ്വർഗം ലഭിക്കാം. ഈ മക്കളെ കൊണ്ട് സ്വർഗം നമുക്ക് നിഷിദ്ധമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മക്കളെ നമ്മൾ നോക്കുമ്പോ, ദീനിന്റെ കാര്യം വരുമ്പോ മക്കളോട് പറയണം, മോനെ പള്ളി ബഹുമാനിക്കേണ്ട സ്ഥലമാണ്, പള്ളി ആദരിക്കേണ്ട സ്ഥലമാണ്. മോളെ, നമുക്ക് ഈ ഡ്രസ് നമുക്ക് ഇടാൻ പറ്റൂല, ഇത് മുസ്ലിം ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഇത് നമ്മുടെ കൾച്ചറല്ല, നമ്മുടെ സംസ്കാരമല്ല. ഇന്ന് മാറി മറക്കാൻ വേണ്ടി യൂറോപ്പിലെ ആളുകൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലത്ത് ഇവിടെയോ എന്താ നടക്കുന്നത്? മാറത്ത് തുറന്നിടാൻ വേണ്ടിയിട്ടായുള്ള ആളുകൾ ചുംബന സമരം നടത്തുന്നു. ഞാൻ അതിലേക്ക് കിടക്കുകയല്ല, ഇങ്ങനെ മോഡലിറ്റിയിലേക്ക് നമ്മൾ മാറുകയാ. അതിനെ എതിർക്കുന്ന ആളുകളെ കാണുമ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത് എന്നാ ചോദിക്കുന്നത്. എവിടെ നമ്മുടെ ഏത് ഘട്ടത്തിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമ്മുടെ മുസ്ലിമിന്റെ ഷാറിന് കോട്ടം സംഭവിക്കുന്നത് വന്നാൽ, അത് നമുക്ക് തോന്നിയാൽ, അതിന് നമുക്ക് ഒരു വാക്കുകൊണ്ടെങ്കിലും അതിനെ എതിർക്കാൻ, ഒരു വാക്കുകൊണ്ടെങ്കിലും അത് പറ്റില്ലെന്ന് പറയാൻ, ഒരു വാക്കുകൊണ്ടെങ്കിലും അത് പറ്റില്ലെന്ന് പറഞ്ഞവരുടെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറാകണം. നമുക്കതിന് കഴിയണം. മുഅ്മിനീങ്ങളെ, അറബ് ചോദിക്കൂലേ, എല്ലാത്തിനെ പറ്റിയും ഹിസാബ് ഉണ്ടാവൂലേ? നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കൾ, നമ്മുടെ പണം, നമ്മുടെ സമയം, എല്ലാത്തിനെ പറ്റിയും നാളെ ചോദിക്കും. അപ്പൊ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഓർമ്മപ്പെടുത്താനുള്ളത്, എന്ത് പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും, എവിടെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും, എന്റെ ദീനിനെ നിരക്കാത്തതാണെങ്കിൽ, എന്റെ ദീനിനെ അനുവദിക്കാത്തതാണെങ്കിൽ, എന്റെ ഒരു ശബ്ദം കൊണ്ടെങ്കിലും, എന്റെ ഒരു പേന കൊണ്ടെങ്കിലും അതിന് ഒരു തടസ്സം നിൽക്കാൻ, അതല്ലെങ്കിൽ അതിനെ എതിർത്ത് പറയാൻ, അതിനെ എതിർക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. ഞാൻ അതിലേക്ക് ദീർഘിച്ച് സംസാരിക്കുകയില്ല. മുഹറം നാളെ വരികയാണ്, ഞാൻ അധികരിച്ച് സംസാരിക്കുന്നില്ല. നമുക്ക് ഈ മുഹറം വരുമ്പോ നമ്മളൊരു ഡെയിലി പ്ലാൻ ഉണ്ടാക്കണം. നമുക്കൊരു പ്ലാനിങ് ഉണ്ടാകണം. ദിവസവും ഇന്നലത്തെ പോലെ നാളെ ആയിക്കൂടാ, നാളത്തെ പോലെ മറ്റന്നാളായിക്കൂടാ. നമുക്കൊരു ഡെയിലി പ്ലാനിങ് ഉണ്ടാകണം, ഒരു വീക്കിലി പ്ലാനിങ് ഉണ്ടാകണം, ഒരു മന്ത്ലി പ്ലാനിങ് ഉണ്ടാകണം, ഒരു വർഷാന്തര ഇയർലി പ്ലാനിങ് ഉണ്ടാകണം. ഇന്ന് ഞാൻ യാസീൻ ഓതാതെ, ഒരു ദിവസവും യാസീൻ ഓതാതെ എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോവുകയില്ല എന്നൊരു ചിന്ത, ഒരു നിയ്യത്ത് നമ്മൾ ഇന്നെടുക്കണം. മുഅ്മിനീങ്ങളെ, യാസീനെ പ്രതി മതർത്ഥം നമ്മൾ പറയേണ്ടതില്ലല്ലോ. സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്തിനാണ് ഓതിയത് അതിനാണ് സൂറത്തു യാസീൻ എന്നല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു ദിവസം ഒരു 10 സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുമെന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം. നമ്മളൊരു നിയ്യത്ത് വെക്കണം. അങ്ങനെ നമ്മൾ 5 വക്ത് നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കുമെന്ന് നമ്മൾ നിയ്യത്തുണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മധ്യപ്രദേശിൽ ഇൻഡോറിൽ പോയപ്പോ ഇങ്ങനെ ദിവസവും രേഖപ്പെടുന്ന ഒരു ഡയറി, വലിയ കോടീശ്വരനായ ഒരു മനുഷ്യൻ, അയാളുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്. അയാൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, ഇന്നത്ര ചോദി, ഖുർആൻ എത്ര പേജ് ചോദി, എന്ന് തുടങ്ങിയിട്ട് ഇന്ന് എത്ര സുന്നത്ത് നിസ്കരിച്ചു, ഇന്നെന്റെ ഫർദ് ജമാഅത്ത് എനിക്ക് മുടങ്ങിയിട്ടുണ്ടോ, ഇങ്ങനെ എഴുതി വെക്കുന്ന ആളുകളുണ്ട്. നമുക്കതിനൊന്നും കഴിയുന്നില്ലെങ്കിലും ദിവസവും ഒരു 10 സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം എനിക്കുണ്ടായിക്കൂടാ എന്ന് നമ്മൾ ചിന്തിക്കണം. ആഴ്ചയിലോ നമ്മളൊരു 300 സ്വലാത്ത് ചെല്ലാത്ത, അതല്ലെങ്കിൽ സൂറത്തുൽ കഹ്ഫ് ഓതാത്ത ഒരു ദിവസം നമുക്കുണ്ട്, വെള്ളിയാഴ്ച ഉണ്ടാകുമെന്ന് ചിന്തിക്കണം. ആഴ്ചയിൽ നമുക്ക് നമ്മുടെ പ്രതിസന്ധികൾ പറയാൻ, പ്രയാസങ്ങൾ പറയാൻ, നമ്മുടെ അടുത്തുള്ള മഹാന്മാരുടെ അടുത്ത് നമ്മൾ സിയാറത്തിന് വേണ്ടി പോകണം.
ബാവുലിയുണ്ടല്ലോ, ഭവാനി തങ്ങളുണ്ടല്ലോ, അതുപോലെ നമ്മുടെ ഉണ്ടയങ്ങാടിയിൽ അബ്ദുല്ലാഹി ബലൂചിസ്ഥാനി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അവിടുത്തെ പത്നി ഉണ്ടല്ലോ. നമ്മൾ അവിടെ പോയിട്ട് പ്രയാസങ്ങൾ പറയണം, നമ്മൾ നമ്മുടെ പ്രതിസന്ധികൾ പറയണം, നമ്മളത് പതിവാക്കി മാറ്റണം. നമുക്ക് വലിയ ദൂരമൊന്നുമില്ലല്ലോ. ആഴ്ചയിൽ നമ്മുടെ കുടുംബത്തിനെ കൂട്ടി, മക്കളെ കൂട്ടി, ഭാര്യയെ കൂട്ടി നമ്മൾ അവിടെ പോകണം. എന്നിട്ട് അവർക്ക് സിയാറത്ത് ചെയ്ത് മക്കളോട് പറയണം, നിന്റെ പഠിക്കാനുള്ള പ്രയാസങ്ങൾ ബാവലൂർ ബാമ്മാന്റെ അടുത്ത് പറഞ്ഞോ, അല്ലെങ്കിൽ അബ്ദുല്ലാഹി ബലൂചിസ്ഥാനി തങ്ങളുടെ അടുത്ത് പറഞ്ഞോ. അങ്ങനെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അവരോട് പറയണം. നമുക്ക് ഈമാനികമായ ഒരു വളർച്ചയുണ്ടാകും. അത് മാത്രമല്ല, മഹാന്മാര് പറയുന്നുണ്ട്, പടച്ചറപ്പ് കൽബിലേക്കല്ല നോക്കുന്നത്. നമ്മളിങ്ങനെ അവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കുമ്പോ, ഔലിയാക്കളെ കൽബിലേക്ക് നോക്കുമ്പോ, ഔലിയാക്കളെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ അബ്ദുള്ളയെ കാണുന്നുണ്ട്, അങ്ങനെ ആളുകളെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ചിന്ത, ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വർഷത്തിൽ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ ഉംറക്ക് പോകണം. അതുപോലെ നമ്മുടെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഖളായ യാസീനോദാൻ കഴിഞ്ഞില്ല, അത് ഖളാ വീട്ടാൻ പറ്റും. പതിവായി ചെയ്യുന്ന ഒരു കാര്യം ഖളാ വീട്ടാൻ പറ്റും. ഇത് പറഞ്ഞിടത്ത് ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് നമ്മൾ മടിയന്മാരായി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞതെന്ന് ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മുഹറം മാസം വരുന്നു, നമ്മുടെ ന്യൂ ഇയർ വരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ, കഴിഞ്ഞ ദിവസങ്ങളെ പോലെ നമ്മൾ ഒരിക്കലും ആയിക്കൂടാ എന്നൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.